Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദുമോൾ, പെരുമ്പ, Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായി. കേരളത്തിൽ ഏപ്രിൽ 26-ന് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ജൂൺ 4-ന്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 4. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതി വഴി മത്സ്യത്തൊഴിലാളികൾക്കുള്ള വാഹന വിതരണം പുതിയങ്ങാടി മത്സ്യഭവൻ പരിസരത്ത് നടന്നു. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര പ്രചാരകനും ഗവേഷകനും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന TP ശ്രീധരന്റെ 4ാം ചരമവാർഷിക ദിനാചരണം ഏറ്റിലാംവയലിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് ഹിപ്പോക്രാറ്റസിന്റെ അർദ്ധകായ ശില്പം സ്ഥാപിച്ചു. പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ ശില്പം അനാച്ഛാദനം ചെയ്തു. ശില്പം നിർമ്മിച്ചത് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ രമേശൻ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചു. 7 ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. 2ാം ഘട്ടമായ ഏപ്രിൽ 26-നാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ്. ജൂൺ 4-ന് വോട്ടെണ്ണൽ നടക്കും. തീയതി പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചതോടെ രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ്. നേരത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സ്ഥാനാർത്ഥികൾ ഇനി പ്രചരണ പരിപാടികൾ കൂടുതൽ ഊർജിതമാക്കും. റോഡ് ഷോകളും ചുവരെഴുത്തും പോസ്റ്റർ പ്രചരണവും ഒക്കെയായി പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ 1ാം ഘട്ട പര്യടനം ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ നീളുന്ന 7 ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2ാം ഘട്ടമായ ഏപ്രിൽ 26-നാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഒരു ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയാക്കാം. മാർച്ച് 28-ന് വിജ്ഞാപനം പുറത്തിറങ്ങും. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 4-ആണ്. 5-ന് സൂക്ഷ്മ പരിശോധന നടക്കും. ഏപ്രിൽ 8-ആണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ജൂൺ 4-ന് വോട്ടെണ്ണൽ നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേനൽ ചൂടിൽ അതിനെയും കവച്ചുവെക്കുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലേക്കായിരിക്കും ഇനിയുള്ള നാളുകൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതി വഴി മത്സ്യത്തൊഴിലാളികൾക്കുള്ള വാഹന വിതരണം പുതിയങ്ങാടി മത്സ്യഭവൻ പരിസരത്ത് നടന്നു. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്കായി കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതിയിലൂടെ 2 വീലർ വിത്ത് ഐസ് ബോക്സ്, 3 വീലർ വിത്ത് ഐസ് ബോക്സ്, ഇൻസുലേറ്റഡ് വെഹിക്കിൾ എന്നിവയാണ് വിതരണം ചെയ്തത്. മുഴുവൻ വാഹനങ്ങൾക്കും പദ്ധതിയിലൂടെ സബ്സിഡി ലഭ്യമാകുന്നതാണ്. പുതിയങ്ങാടി മത്സ്യഭവൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പ്രദേശത്തെ നിരവധിയായ മത്സ്യത്തൊഴിലാളികൾക്കാണ് PMMSY വഴി വലിയ സഹായങ്ങൾ ലഭിച്ചത്. ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐസ് ബോക്സ് വിത്ത് 3 വീലർ അത് നിരവധി പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഐസ് ബോക്സ് വിത്ത് 2 വീലർ ഈ പദ്ധതിയിലും നിരവധി പേർക്ക് സ്വാഭാവികമായിട്ടും അപേക്ഷ വന്ന മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കായ്ക്കാരൻ സഹീദ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ CK ഷൈനി, P പ്രഭാഷ് ലാൽ, AFEO മിനി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
ശാസ്ത്രപ്രചാരകനും ഗവേഷകനും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന TP ശ്രീധരന്റെ 4ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന സെക്രട്ടറി TK ദേവരാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ശാസ്ത്രപ്രചാരകനും ഗവേഷകനും ആസൂത്രണ വിദഗ്ധനും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ പ്രൊഫസർ TP ശ്രീധരന്റെ 4ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ആസ്ട്രോ പയ്യന്നൂർ, ഏച്ചിലാംവയൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഏച്ചിലാംവയൽ യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ പരിപാടി നടന്നത്. ഏച്ചിലാംവയൽ വായനശാലയിൽ നടന്ന പരിപാടിയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന സെക്രട്ടറി TK ദേവരാജൻ അനുസ്മരണ ഭാഷണം നടത്തി. ISRO ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഓൾ ഇന്ത്യ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 2ാം സമ്മാനവും ടെക്നോ പാർക്കിൽ നടത്തിയ തരംഗ സാംസ്കാരികോത്സവത്തിൽ കവിതാരചനയിൽ 1ാം സമ്മാനവും ലഭിച്ച KA രോഹിത്തിനെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. പാവൂർ നാരായണൻ അധ്യക്ഷനായി. K ഗംഗാധരൻ മാസ്റ്റർ, PT രാജേഷ്, KV ദിനേഷ് കുമാർ, TK രവീന്ദ്രൻ മാസ്റ്റർ, R മുരളീധരൻ, P രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ K രമേശൻ നിർമ്മിച്ച ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രാറ്റസിന്റെ അർദ്ധകായ ശില്പം അനാച്ഛാദനം പരിയാരത്ത് നടന്നു. പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ ശില്പം അനാച്ഛാദനം ചെയ്തു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ K രമേശൻ നിർമ്മിച്ച ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രാറ്റസിന്റെ അർദ്ധകായ പ്രതിമ മെഡിക്കൽ കോളേജ് പരിസരത്ത് സ്ഥാപിച്ചു. പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ ശില്പത്തിന്റെ അനാച്ഛാദനം നിർവഹിച്ചു. കലയും സയൻസും ചേർന്നുള്ള ജീവന്റെ തുടിപ്പുള്ള ശില്പമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടതെന്നും പണത്തിനും കച്ചവട താൽപ്പര്യങ്ങൾക്കും പിറകെ പോവാതെ കലയെ നെഞ്ചോട് ചേർത്താണ് ഡോക്ടർ ശില്പം നിർമ്മിച്ചിട്ടുള്ളതെന്നും അനാച്ഛാദന കർമ്മം നിർവഹിച്ച ശില്പി കാനായി കുഞ്ഞിരാമൻ പറഞ്ഞു. ഡോക്ടർ രമേശ് എങ്ങനെയാ പറയേണ്ടതറിയില്ല. ഇദ്ദേഹം ശില്പം ചെയ്തപ്പോൾ ഈ പഠനത്തിൽക്കാരന് ഹിപ്പോക്രാറ്റസ് ആത്മാവ് അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു. സംശയം വേണ്ട. ഇല്ലാതെ അദ്ദേഹത്തിന് ഇതുപോലത്തെ ഒരു ശില്പം ഉണ്ടാക്കാൻ പറ്റില്ല. മനോഹരമായ ശില്പം കേൾക്കേണ്ട വീട്ടിൽ നിന്നാണ് ഞാൻ കണ്ടത്. താൻ വിരമിച്ചാലും ഓർമ്മിക്കപ്പെടുന്ന എന്തെങ്കിലും ക്യാമ്പസിൽ നിർമ്മിക്കണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഹിപ്പോക്രാറ്റസിന്റെ ശില്പം നിർമ്മിക്കാൻ ഡോക്ടർ K രമേശൻ തീരുമാനിച്ചത്. 2023 ഫെബ്രുവരി 16 ഹിപ്പോക്രാറ്റസിന്റെ ശില്പത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. 2 ആഴ്ച അവധിയെടുത്ത് തുടർച്ചയായും പിന്നീട് ഒഴിവു സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയും 2 മാസം കൊണ്ടാണ് ശില്പത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അനാച്ഛാദന ചടങ്ങിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TK പ്രേമലത അധ്യക്ഷയായി. ശില്പി KKR വെങ്ങര, ഡോക്ടർ KP ഷീബ ദാമോദർ, P സജി, പ്രൊഫസർ MK പ്രീത, ഡോക്ടർ KC രഞ്ജിത് കുമാർ, വിനിൽ നാഥ്, PI ശ്രീധരൻ, ഷഹാസ് മുഹമ്മദ്, MK മണി തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ K രമേശൻ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയും ലഭ്യതയും ഉറപ്പുവരുത്തി കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് ജല ബജറ്റ് അവതരണം. ബജറ്റിന്റെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും T മധുസൂദനൻ MLA നിർവഹിച്ചു. നവകേരള പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പിലാക്കി വരുന്ന വ്യത്യസ്തങ്ങളായ ജലസംരക്ഷണ പ്രവർത്തനങ്ങളാണ് ജലബജറ്റിന്റെ ലക്ഷ്യം. ജലലഭ്യതയും ജലവിതരണത്തിന്റെ സ്ഥിരതയും വിലയിരുത്തുന്നതിനുള്ള ഉപാധി കൂടിയാണ് ജലബജറ്റ്. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ ജലലഭ്യതയും ജല ആവശ്യവും പരിഗണിച്ച് പദ്ധതികൾ രൂപീകരിക്കുന്നതിനും ജലമലിനീകരണം, ജലം പാഴാക്കൽ മുതലായവ ഇല്ലാതാക്കുന്നതിനും ജലബജറ്റിലൂടെ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു. ജലബജറ്റിന്റെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും TI മധുസൂദനൻ MLA നിർവഹിച്ചു. കുടിവെള്ളം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മൗലികമായിട്ടുള്ള ആവശ്യമാണ്. സമൂഹത്തിന്റെ ഉത്തരവാദിത്വം. പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷനായി. കോർഡിനേറ്റർ KM മുരളീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പത്മിനി, KV സുരേഷ് ബാബു, KG ബിന്ദുമോൾ, TM സതീശൻ മാസ്റ്റർ, K മോഹനൻ, K ഗോവിന്ദൻ, KM സോമൻ മാസ്റ്റർ, ബിറ്റാജ് തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ദേശീയ പാതയോരത്തെ ചെറുവത്തൂർ മയ്യിച്ച അയ്യപ്പ ഭജന മഠത്തിനും ശ്മശാനത്തിനും സമീപം കൺസ്യൂമർ ഫെഡ് മത്സ്യവിൽപ്പനശാല തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. മയ്യിച്ച ജനകീയ പ്രതിരോധ സമിതി നേതൃത്വത്തിൽ നിർദ്ദിഷ്ട കെട്ടിടത്തിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ
സ്ത്രീകൾ ഉൾപ്പെടെ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ മാസങ്ങൾക്ക് മുൻപ് ഒറ്റ ദിവസം തുറന്ന് പ്രവർത്തിച്ച കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല മൈച്ചിയിൽ തുറക്കാനുള്ള നീക്കത്തിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആരാധനാലയത്തിനും ശ്മശാനത്തിനും സമീപത്ത് മദ്യവിൽപ്പനശാല തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. ദിവസങ്ങളായി മൈച്ച ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും യുവാക്കളും ഉൾപ്പെട്ട നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ ദിവസം പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചിരുന്നു. മൈച്ചയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ കെട്ടിടത്തിൽ മദ്യശാല പ്രവർത്തനമാരംഭിക്കാനുള്ള പ്രാഥമിക നീക്കം ആരംഭിച്ചപ്പോൾ തന്നെ പ്രദേശത്തുകാർ പ്രതിഷേധവുമായി രംഗത്തു വന്നിരുന്നു. മൈച്ചയിൽ മദ്യവിൽപ്പനശാല കൊണ്ടുവരാൻ നാട്ടുകാർ അനുവദിക്കില്ലെന്ന് കബഡി താരം KC ഗീത പറഞ്ഞു. നമ്മുടെ മൈച്ച നാടിൻ്റെ പേരും പ്രസക്തിയും ഉയർത്തിക്കാട്ടുന്ന ഈ നാടിനെ ഒരു മദ്യശാല വന്ന് ഈ നാടിൻ്റെ പേര് കളയാനുള്ള ഉദ്ദേശം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് തള്ളിക്കളയുക. ഒരിക്കലും ഈ നാടിന് ഞങ്ങൾ അനുവദിക്കുകയില്ല. ഞങ്ങളുടെ നാട് എല്ലാത്തിനും ഒരുപാട് ഉയർച്ചയിൽ നിൽക്കുന്ന നാട്. സ്പോർട്സ് കലാപരമായാലും കായികപരമായാലും ഒരുപാട് ഉന്നതിയിൽ ഇൻ്റർനാഷണൽ വരെ എത്തി നിൽക്കുന്ന നാടാണ് ഞങ്ങളുടെ മെച്ച നാട്. ആ നാടിൻ്റെ പേര് കളയാൻ ഞങ്ങൾ ഒരാളും അനുവദിക്കുകയില്ല. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യ വിമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നടന്നു. MLA T മധുസൂദനൻ പ്രഖ്യാപനം നിർവഹിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യ വിമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. കുടുംബശ്രീ പ്രവർത്തകർ കണ്ടെത്തി 64,000 കുടുംബങ്ങൾ അതിദരിദ്രരാണ് എന്ന് കണ്ടെത്തിയപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് നീതി ആയോഗവും ഗവൺമെന്റ് സംവിധാനങ്ങളും തയ്യാറാക്കിയിട്ടുള്ള കണക്കിൽ ബീഹാറിൽ 52%, ഉത്തർപ്രദേശിൽ 49%, ഗുജറാത്തിൽ 39%, ജാർഖണ്ഡിൽ 47% അതിദരിദ്രരുണ്ട് എന്ന് കണ്ടെത്തിയപ്പോൾ കേരളത്തിൽ 1% പോലും ആളുകൾ അതിദരിദ്ര പട്ടികയിലില്ല എന്നാണ്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ശൈലജ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MB അപ്പുക്കുട്ടൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P ശ്യാമള, C ബാലകൃഷ്ണൻ, A ഷീജ, VO മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ന്യൂസ് അവറിൽ ഇനിയൊരിടവേള. ഹരിതകർമ്മസേനയ്ക്ക് സുരക്ഷാ ഉപകരണങ്ങളും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ ഹരിതകർമ്മസേനയ്ക്ക് യൂണിഫോം, റെയിൻകോട്ട്, ഗംബൂട്ട്, ഗ്ലൗസ്, ക്യാപ്പ് അംബ്രല എന്നിവയും മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ശേഖരിച്ച മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനായി സോർട്ടിംഗ് ടേബിൾ, വെയിങ് മെഷീൻ എന്നിവയാണ് വിതരണം ചെയ്തത്. നഗരസഭ KSW MP പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയ പരിപാടിയുടെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷാ ഉപകരണങ്ങൾ KSW MP പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് വിതരണം ചെയ്യപ്പെടുകയാണ്. പയ്യന്നൂർ നഗരസഭകത്തെ ഹരിതകർമ്മസേന അംഗങ്ങളെല്ലാം ഏറെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറെ മികച്ചു നിൽക്കുന്ന ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഏറ്റവും മികച്ച നിലയിൽ കുറേ കൂടി നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ ഉപകരണങ്ങളൊക്കെ തന്നെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ചടങ്ങിൽ അധ്യക്ഷനായി. KSW MP എഞ്ചിനീയർ അനൂപ് കുമാർ പദ്ധതി വിശദീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ V ബാലൻ, VV സജിത, TP സമീറ, കൗൺസിലർമാരായ M ആനന്ദൻ, ഇക്ബാൽ പോപ്പുലർ, KK കുമാർ, B കൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, ക്ലീൻ സിറ്റി മാനേജർ AV മധുസൂദനൻ, ഹരിതകർമ്മസേന കോർഡിനേറ്റർ P മധുസൂദനൻ, കൺസോർഷ്യം സെക്രട്ടറി MB ലേഖ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി. വിവിധ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും നഗരങ്ങളിലുമായാണ് പര്യടനം നടത്തിയത്. രണ്ടാം തവണയും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി നിയോജക മണ്ഡലത്തിൽ ആദ്യഘട്ടത്തിൽ ഏകദിന റോഡ് ഷോ നടത്തി. നീലേശ്വരം നഗരത്തിൽ നിന്നാരംഭിച്ച ഏകദിന പര്യടനം വൈകുന്നേരം ചെറുവത്തൂരിൽ സമാപിച്ചു.
നീലേശ്വരം നഗരത്തിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്. കോൺവെന്റ് ജംഗ്ഷൻ വരെ തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥി റോഡ് ഷോ നടത്തി. ഉച്ചയോടെ മലയോര പഞ്ചായത്തുകളായ ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി തുടങ്ങിയ പഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി. വൈകുന്നേരം കയ്യൂർ, ചീമേനി, പിലിക്കോട്, തൃക്കരിപ്പൂർ പഞ്ചായത്തുകളിലും വലിയപറമ്പ, പടന്ന തുടങ്ങിയ തീരദേശ പഞ്ചായത്തുകളിലും റോഡ് ഷോ നടത്തി. നീലേശ്വരത്ത് നിന്ന് ആരംഭിച്ച സ്ഥാനാർത്ഥി പര്യടനത്തിൽ DCC പ്രസിഡന്റ് PK ഫൈസൽ, AGC ബഷീർ, മാമുനി രവി, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, KV സുധാകരൻ, P കുഞ്ഞിക്കണ്ണൻ, സത്താർ വടക്കുംപാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുസൽമാൻ എന്താണ് ഐക്യം കൽപ്പിക്കുന്നത്? അവരെ കൂടി പൗരത്വ നിയമത്തിൽ പെടുത്തണ്ടേ? അപ്പോൾ ഇത് ബോധപൂർവമായ നീക്കമാണ്. അതിനാണ് ഏകീകൃതമായി സിവിൽ കോഡ് കൊണ്ടുവരുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം കെട്ടിപ്പടുക്കാൻ BJP ശ്രമിക്കുമ്പോൾ അവരുടെ നീക്കങ്ങൾക്ക് ആക്കം കൂട്ടാനും കോൺഗ്രസിൽ നിന്ന് ആളുകളെ BJPയിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കാനുള്ള കങ്കാണി പണിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നവർ ചെയ്യുന്നത്. റോഡ് ഷോ വൈകുന്നേരത്തോടെ ചെറുവത്തൂരിൽ സമാപിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരിവള്ളൂർ സൗത്ത് ലോക്കൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ ഓണക്കുന്നിൽ നടന്നു. ടി മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരിവള്ളൂർ സൗത്ത് ലോക്കൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ ഓണക്കുന്ന് AKG മന്ദിരത്തിന് സമീപം നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളായിരിക്കണം പണം കൊണ്ട് ആറാട്ട് നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് തന്നെ പിടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ പയറ്റിയൊന്നും കൊണ്ട് നടക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട്, പൗരത്വ ഭേദഗതി നിയമം, അതുപോലെയുള്ള അമ്പല നിർമ്മാണം, അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ ഭരണകക്ഷി രംഗത്ത് വരുന്നത്. ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചിട്ട് ദീർഘമായിട്ട് പറയാനൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. വളരെ അപായകരമായിട്ടുള്ള അന്തരീക്ഷമാണ്. വളരെ അപായകരമായിട്ടുള്ള അന്തരീക്ഷമാണ്. നമ്മുടെ ഭരണഘടനയെ സമ്പൂർണ്ണമായിട്ടും അട്ടിമറിക്കുന്നു. സാമ്പത്തിക സമത്വവും സാമൂഹ്യമായിട്ടുള്ള സമത്വവും സാമൂഹ്യ നീതിയും എല്ലാം പ്രദാനം ചെയ്യുന്നതാണ് ഭരണഘടന. അതിനെയാണ് അട്ടിമറിക്കുന്നത്. ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും അല്ല പോകുന്നത്. KE മുകുന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. K നാരായണൻ, P രമേശൻ, AV ലേജു, M രാമകൃഷ്ണൻ, M രാഘവൻ, സന്തോഷ് കോളിയാടൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി കുട്ടികൾക്ക് പോഷകാഹാര പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രഭാത ഭക്ഷണമായി ഇഡ്ഡലിയും സാമ്പാറും നൽകി തുടങ്ങി. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് T സുലജ നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടി കുട്ടികൾക്കും പോഷകാഹാര പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രഭാത ഭക്ഷണമായി ഇഡ്ഡലിയും സാമ്പാറും നൽകാൻ ആരംഭിച്ചു. കടന്നപ്പള്ളി അംഗനവാടിയിലെ കുട്ടികൾക്ക് ഇഡ്ഡലിയും സാമ്പാറും നൽകി പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് T സുലജ നിർവഹിച്ചു. പ്രത്യേകിച്ചും 3 വയസ്സിനും 5 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ, അവരുടെ ബുദ്ധിവികാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഈ ഒരു പ്രായപരിധിക്കുള്ളത്. അപ്പോൾ ആ സമയത്ത് നല്ല പോഷകമൂല്യമുള്ള ഭക്ഷണം നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമായാൽ മാത്രമേ പൂർണ്ണ ആരോഗ്യവാന്മാരായ പൗരന്മാരായ നാളെ അവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വൈസ് പ്രസിഡന്റ് K മോഹനൻ ചടങ്ങിൽ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV സുധാകരൻ, K അജയൻ, ICD സൂപ്പർവൈസർ K സ്മിത, അംഗനവാടി വർക്കർ KC അജിത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ആധാരമെഴുത്തുകാരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന തരത്തിൽ ടെംപ്ലേറ്റ് സംവിധാനം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സർക്കാർ ഉത്തരവിനെതിരെ പ്രതിഷേധം. ആധാരമെഴുത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആധാരമെഴുത്തുകാരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന തരത്തിൽ ടെംപ്ലേറ്റ് സംവിധാനം നടപ്പിലാക്കാനുള്ള സംസ്ഥാന സർക്കാർ ഉത്തരവിനെതിരെയാണ് ആധാരമെഴുത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി പയ്യന്നൂർ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം P ശ്യാമള ഉദ്ഘാടനം ചെയ്തു. MP ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി NV സുധീഷ് കുമാർ, K രവീന്ദ്രൻ, VV സുധ, AP രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റ് P ഗീതാമണി അധ്യക്ഷയായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഈ വർഷത്തെ വിഷു, ഈസ്റ്റർ, റംസാൻ ആഘോഷങ്ങളോടനുബന്ധിച്ച് പയ്യന്നൂർ ഇമ്മാനുവൽ സിൽക്സിൽ ഉപഭോക്താക്കൾക്കായി വിഷു, ഈസ്റ്റർ, റംസാൻ ഹാർമണി ഫിയസ്റ്റ ആരംഭിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു.
പയ്യന്നൂർ ഇമ്മാനുവൽ സിൽക്സിൽ വിഷു, ഈസ്റ്റർ, റംസാൻ, ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ ആരംഭിച്ചു. ഒരു മാസം നീളുന്ന ഓഫറിനോടനുബന്ധിച്ച് ദിവസേന നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ദിവസേന നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകും. എല്ലാ ഷോറൂമിലും പ്രത്യേക നറുക്കെടുപ്പും ദിവസേന സമ്മാനങ്ങളും നൽകുന്നുണ്ട്. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭ്യമാണ്. പയ്യന്നൂരിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള തീരുമാനം ഇതിൻ്റെ നേതൃത്വമെടുക്കുകയും അത് ഈ നാടിനെ ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ചടങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. കൗൺസിലർ B. കൃഷ്ണൻ കസ്റ്റമർക്കുള്ള സമ്മാന കൂപ്പൺ കൈമാറി. ചടങ്ങിൽ വെഡ്ഡിംഗ് ഫെസ്റ്റ് ക്യാഷ് ബാക്ക് ഓഫർ വിജയിയെ തിരഞ്ഞെടുക്കുന്ന നറുക്കെടുപ്പ് KV ലളിത നിർവഹിച്ചു. കൂപ്പൺ നമ്പർ 2730 ഉടമ ചെറുകുന്ന് സ്വദേശി മനോഹരൻ സമ്മാനം കരസ്ഥമാക്കി. ഷോറൂം മാനേജർ സക്കറിയ, TP നാരായണൻ, TM സുജിത്ത്, മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ ഹരിതം ചെറുതാഴം പദ്ധതിയുടെ ഭാഗമായി ഹരിത സമൃദ്ധി പ്രഖ്യാപനം നടത്തി. ഉദ്ഘാടനവും ഹരിത സമൃദ്ധി പ്രഖ്യാപനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ ഹരിതം ചെറുതാഴം പദ്ധതിയുടെ ഭാഗമായി ഹരിത സമൃദ്ധി പ്രഖ്യാപനം നടത്തി. ഉദ്ഘാടനവും ഹരിത സമൃദ്ധി പ്രഖ്യാപനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ ചെറിയ മുന്നപാതയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കൃഷി വകുപ്പ് വളരെ സത്വരമായി ആദ്യഘട്ടത്തിൽ തന്നെ ഇടപെടുകയും നല്ല വിളവെടുപ്പെന്ന് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ടായത്, രാമപുരം പുഴയുടെ ശുചീകരണത്തിന്റെ ഭാഗമായി ഇത്തവണ അതിയണം പെരിയാട്ട് പാടശേഖരം, വിപുലമായ പാടശേഖരം, ആ പാടശേഖരത്തിൽ വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഈ വർഷം ഉണ്ടായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP. രോഹിണി അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PP. അംബുജാക്ഷൻ, MT. സബിത, കൃഷി ഓഫീസർ ജയരാജൻ നായർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, കർഷകർ, കൃഷിഭവൻ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ ഇനത്തിൽ 5.5 കോടിയുടെ ആനുകൂല്യങ്ങൾ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ 6000 കർഷക കുടുംബങ്ങൾക്കായി ലഭ്യമാക്കി. നെൽകൃഷി, പച്ചക്കറി കൃഷി എന്നീ മേഖലകളിൽ മികച്ച നേട്ടം കൈവരിക്കാനായെന്ന് പ്രഖ്യാപന വേളയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. തുടർന്നും ഹരിതം ചെറുതാഴം പദ്ധതിയുമായി മികച്ച പ്രവർത്തനങ്ങൾ നടത്തുക വഴി കാർഷിക മേഖലയെ സജീവമാക്കാനാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാടായി തിരുവർക്കാട്ടുകാവ് പൂരോത്സവത്തിന്റെ ഭാഗമായി ലക്ഷം ദീപ സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി കാട്ടുമാടം ഇളയടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാട് ആദ്യ തിരി തെളിയിച്ചു. മാടായി തിരുവർക്കാട്ടുകാവ് പൂരോത്സവത്തിന്റെ ഭാഗമായി കാർത്തിക നാളിൽ ലക്ഷം ദീപം തെളിഞ്ഞു. ഇനി ഉത്സവരാവുകളാണ്. ക്ഷേത്രം തന്ത്രി കാട്ടുമാടം ഇളയടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാട് ആദ്യ തിരി തെളിയിച്ചു. ഇതിനു പിന്നാലെയാണ് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ ഭക്തസഹസ്രങ്ങൾ ക്ഷേത്രത്തിനു മുന്നിലായി തയ്യാറാക്കിയ മൺചിരാതിൽ ദീപം തെളിയിച്ചത്. ചിറക്കൽ കോവിലകം ദേവസ്വം ബോർഡ് അധികൃതർ, മാടായിക്കാവ് നവീകരണ സമിതി ഭാരവാഹികൾ, മാതൃസമിതി എന്നിവർ ലക്ഷദ്വീപ സമർപ്പണത്തിന് നേതൃത്വം നൽകി. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ചെറുതാഴം ചന്ദ്രന്മാരാരുടെ നേതൃത്വത്തിൽ 20ഓളം കലാകാരന്മാർ അണിനിരന്ന മേജർ സെറ്റ് പഞ്ചവാദ്യവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിശുദ്ധ റംസാൻ മാസത്തിൽ 10 ദിനങ്ങൾ പിന്നിടുമ്പോൾ റംസാൻ സന്ദേശവുമായി മുഹമ്മദ് അഫ്സൽ അസ്ഹരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി ബിറളില്ലാഹ് അമ്മാ ബഅദ്. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ ഒരു റമളാൻ മാസം കൂടി നമ്മിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതം എന്നത് കരുണയാണ്. സഹജീവികളോട് കാരുണ്യത്തിൽ വർത്തിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധമായ റമളാൻ മാസമാകട്ടെ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം ഏറ്റവും കൂടുതൽ അടിമകളിലേക്ക് ഇറങ്ങുന്ന ഒരു മാസം കൂടിയാണ് പരിശുദ്ധ റമളാൻ. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പരിശുദ്ധമായ റമദാൻ മാസത്തെ പരിചയപ്പെടുത്തിയതും അങ്ങനെ തന്നെയാണ്. അവ്വലുഹു റഹ്മ, പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ അത് കാരുണ്യത്തിൻ്റെ 10 ദിവസങ്ങളാണ്. അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം അടിമകളിലേക്ക് ഇറങ്ങുന്ന 10 രാവുകളാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാരുണ്യം നമുക്ക് കരഗതമാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസിൽ കാണാം, എപ്പോഴാണ് നമുക്ക് കാരുണ്യം ലഭിക്കുക? അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം, ആകാശത്തിൽ നിന്നുള്ള കാരുണ്യം, അള്ളാഹുവിൻ്റെ മലായികത്തിൽ നിന്നുള്ള കാരുണ്യം എപ്പോഴാണ് നമുക്ക് കാരുണ്യം ലഭിക്കുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹജീവികളോട് കാരുണ്യത്തിൽ വർദ്ധിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട് ഈ പുണ്യമാസത്തിലുള്ള പ്രതിഫലത്തെ നമുക്ക് കരഗതമാക്കാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു സന്ദേശവും അത് തന്നെയാണ്. സഹജീവികളോടുള്ള കാരുണ്യം ഈ പരിശുദ്ധമായ റമദാനിൽ എത്രത്തോളം നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ നമ്മൾ കരുണ കാണിക്കുക. കരുണാഭാരതിയായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ പുണ്യമാസത്തിൽ അവൻ്റെ കാരുണ്യം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ദുരന്ത നിവാരണ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ദുരന്ത നിവാരണ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പഞ്ചായത്ത് ഹാളിൽ നടന്ന ക്ലാസ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചില പ്രദേശങ്ങളിൽ നേരത്തെ മഴ അതിവർഷമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചില മേഖലയിൽ വെള്ളപ്പൊക്കം വന്നിരുന്നുണ്ട്. അപ്പോൾ ദുരന്തങ്ങൾ ഏത് സമയത്താണ് വന്നുപെടുക എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതിന് മുൻകൂട്ടി തന്നെ ദുരന്ത നിവാരണങ്ങൾക്ക് മുൻകൂട്ടി തന്നെ നമ്മുടെ ജനങ്ങളെ പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശമാണ് പൊതുവിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി രോഹിണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് പി അബ്ദുൾ റഷീദ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജെ ഷനൂജ് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. രാമന്തളി ഗവൺമെന്റ് LP സ്കൂൾ പഠനോത്സവവും സഹവാസ ക്യാമ്പും വിവിധ പരിപാടികളോടെ നടത്തി. രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷൈമ ഉദ്ഘാടനം ചെയ്തു. രാമന്തളി ഗവൺമെന്റ് LP സ്കൂൾ പഠനോത്സവവും സഹവാസ ക്യാമ്പും പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിനേശൻ PP, ടി ബൈജു, ശ്രുതി, എ അജിത തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ ഇംഗ്ലീഷ് ക്ലാസ്, നാടൻപാട്ട് ശില്പശാല, നക്ഷത്ര നിരീക്ഷണം, ആട്ടവും പാട്ടും, ലഘുപരീക്ഷണങ്ങൾ എന്നിവ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കാനായി വേങ്ങയിൽ LP സ്കൂളിൽ പഠനോത്സവവും പച്ചക്കറി വിളവെടുപ്പും സെൽഫി കോർണർ ഉദ്ഘാടനവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. കാനായി വേങ്ങയിൽ LP സ്കൂളിൽ പഠനോത്സവവും പച്ചക്കറി കൃഷി വിളവെടുപ്പും സെൽഫി കോർണറിന്റെ ഉദ്ഘാടനവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതെല്ലാം ഇന്ന് ഇവിടെ പ്രദർശിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പഠനോത്സവത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ പൊതുവിദ്യാലയങ്ങളെല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്ന ഏറെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളാണ് കേരളത്തിലുടനീളം. പി മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റേഴ്സ് CV ശ്രീജയ, അനൂപ് M, പ്രിയ സുരേന്ദ്രൻ, സീമ PV, ബിന്ദു K, പി രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. യുവകർഷകൻ ജയപ്രകാശൻ KV പച്ചക്കറി വിളവെടുപ്പിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിച്ച കോടിത്തായൽ കാരക്കുനി റോഡ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിച്ച കോടിത്തായൽ കാരക്കുനി റോഡ് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതുകൊണ്ട് നമ്മുടെ വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് റോഡ് എന്നൊരു രീതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ഒറ്റയടിക്ക് പരിഹരിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ഏതാണ്ട് 190 കിലോമീറ്ററോളം റോഡ് നമുക്കിവിടെയുണ്ട്. പുതിയ റോഡുകൾ വന്നുകൊണ്ടിരിക്കുക. വാർഡ് മെമ്പർ യുരാധ അധ്യക്ഷയായി. ആസൂത്രണ സമിതി അംഗങ്ങളായ MV രവി, VV പ്രീത, വാർഡ് വികസന സമിതി കൺവീനർ AK രാജീവൻ, K രാമചന്ദ്രൻ, അശോകൻ, CDS ചെയർപേഴ്സൺ E വസന്ത,
തൊഴിലുറപ്പ് എഞ്ചിനീയർ KC വിപിൻ, K രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, നാട്ടുകാർ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുപുഴ ഗോക്കടവ് ശിവപുരം മഹാദേവ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം മാർച്ച് 17 മുതൽ 23 വരെ വിവിധ പരിപാടികളോടെ നടക്കും. പ്രാപ്പോയിൽ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന കലവറ നിറക്കൽ ഘോഷയാത്രയോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവും. പ്രാപ്പോയിൽ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന കലവറ നിറക്കൽ ഘോഷയാത്രയോടുകൂടി ചെറുപുഴ ഗോക്കടവ് ശിവപുരം മഹാദേവ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമാകും. തുടർന്ന് ആചാര്യ സ്വീകരണത്തിനു ശേഷം സാംസ്കാരിക ആധ്യാത്മിക സദസ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. ഇടനീർ മഠാധിപതി സച്ചിദാനന്ദ സ്വാമികൾ ആധ്യാത്മിക പ്രഭാഷണം നടത്തും. 18 രാവിലെ വിശേഷാൽ പൂജകൾക്കു ശേഷം വൈകിട്ട് ഹോമകുണ്ഡ ശുദ്ധിയും വിശേഷാൽ പൂജകളും നടക്കും. തുടർന്ന് നാരായണീയ പാരായണവും ആധ്യാത്മിക പ്രഭാഷണവും ഉണ്ടാകും. 19, 20, 21 തീയതികളിൽ വിശേഷാൽ പൂജകൾ നടക്കും. 22 രാവിലെ 9:40-നും 11:40-നും ഇടയിൽ മഹാദേവ പ്രതിഷ്ഠ നടക്കും. ആഘോഷ ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളായ ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത് തുടങ്ങിയവയും അന്നദാനവും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പൂരമഹോത്സവത്തോടനുബന്ധിച്ച് 17/3/2024 ഞായറാഴ്ച മകയിരം നാളിൽ രാത്രി 8 മണിക്ക് കൊച്ചി കണ്ണങ്ങാട്ട് നിന്നും പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് അരങ്ങിൽ അടിയന്തരത്തോടുകൂടി പൂരക്കളി നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായി. കേരളത്തിൽ ഏപ്രിൽ 26-ന് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ജൂൺ 4-ന്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 4. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതി വഴി മത്സ്യത്തൊഴിലാളികൾക്കുള്ള വാഹന വിതരണം പുതിയങ്ങാടി മത്സ്യഭവൻ പരിസരത്ത് നടന്നു. M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രപ്രചാരകനും ഗവേഷകനും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന TP ശ്രീധരന്റെ 4ാം ചരമവാർഷിക ദിനാചരണം ഏറ്റിലാംവയലിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് ഹിപ്പോക്രാറ്റസിന്റെ അർദ്ധകായ ശില്പം സ്ഥാപിച്ചു. പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ ശില്പം അനാച്ഛാദനം ചെയ്തു. ശില്പം നിർമ്മിച്ചത് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ K. രമേശൻ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.